ഹാ ബോസ്. ബോസ്, ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. 1-2 മണിക്കൂറിനുള്ളിൽ അയച്ചേക്കാം. ഇല്ല, വൈകില്ല, വേഗം അയച്ചേക്കാം. ശരി ശരി. നീ എന്തീ കാണിച്ചു വച്ചേക്കുന്നേ? ഓഫീസിൽ എന്തുമാത്രം ടെൻഷനാണെന്നറിയോ? എന്നിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നോ? ഇതെന്താ ആദ്യരാത്രി നടക്കാൻ പോണേ ഇവിടെ? നീ പോയി ഭക്ഷണം ചൂടാക്കാൻ നോക്ക്. മനുഷ്യനല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുക. വിശന്നിട്ടും പാടില്ല. ഞാൻ കുടിച്ചിട്ട് വരാം. ഫുഡ് എടുത്തൊക്കെ. ഏട്ടത്തി. ആദി, ഹാപ്പി ആനിവേഴ്സറി ഏട്ടത്തി. താങ്ക് യു ആദി. മോസ്റ്റ് വെൽക്കം. ഒന്ന് കണ്ണടച്ചേ. എന്തിന്? കണ്ണടയ്ക്കെന്ന്. ഓ ഗോഡ്. ഒരു എന്താ? ഇപ്പൊ കണ്ണൂർക്കല്ലേ? ഷേടാ, ഇപ്പം കണ്ണു തുറന്ന് നോക്കിയേ. വൗ ആദി, എങ്ങനെയുണ്ട്? ദിസ് ഈസ് സോ പ്രിറ്റി. താങ്ക് യു. ഇതിലിപ്പോ താങ്ക് യു ഒക്കെ എന്തിനാ പറയുന്നേ? ഇന്ന് ഏട്ടത്തിയുടെ ആനിവേഴ്സറി അല്ലേ, അപ്പൊ ഒരു ഗിഫ്റ്റ് ഒക്കെ തരണ്ടേ? ഏട്ടത്തി. ഒന്നുമില്ലടാ. ദിസ് ഈസ് സോ സ്വീറ്റ്. ഞാൻ പിന്നെ പണ്ടേ സ്വീറ്റ് ആണല്ലോ. ശരിയെന്നാ ഞാൻ പോയി കിടക്കട്ടെ. കിടക്കാനോ? കഴിച്ചിട്ട് പോടാ. ഏട്ടത്തി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ. നിനക്ക് ഇഷ്ടപ്പെട്ട ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുലാബ് ജാമു? അതെ. അത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആദ്യം ഏട്ടത്തി ഒരെണ്ണം കഴിക്ക്. എടാ നീ കഴിക്കേ, ഞാൻ കഴിച്ചതാ. കഴിക്കേട്ടത്തി. അത് ഏട്ടത്തി. സോറി ഏട്ടത്തി. ഗുഡ് നൈറ്റ് ഏട്ടത്തി. ഗുഡ് നൈറ്റ്. താങ്ക് യു. അല്ല, ഇത്ര നേരത്തെ നിങ്ങൾ റെഡിയായോ? നേരത്തെ പോണം. നീ ഇന്നലെ രാത്രി സോഫയിലായിരുന്നു കിടന്നേ. എന്ത് ചെയ്യാനാ, നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ, ഓഫീസിൽ എന്ത് വർക്ക് ലോഡാന്നറിയോ? ഇന്ന് നേരത്തെ പോകേണ്ട അവസ്ഥയാ. ഇത് എന്ത് ജോലിയാ ഇത്? എപ്പോ നോക്കിയാലും ബിസിയാ. ആ പുതിയ പ്ലാനിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിന്റെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. അതിന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാൻ ഒരു തേങ്ങയെ നോക്കിയിട്ടുമില്ല. അനിൽ, ഓഫീസിന് പുറത്തൊരു ലൈഫും ഉണ്ട്, നിങ്ങൾക്കൊരു വൈഫും ഉണ്ട്. വൈഫുണ്ട്, അനിയനുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്. എല്ലാം എനിക്കറിയാം. എന്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ രാവും പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. പിന്നെ ആദിക്കുണ്ടല്ലോ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. അവനെ സമയത്ത് എഴുന്നേപ്പിക്കണം. അവനോട് ഇത്തിരി മെനക്ക് ഡ്രസ് ചെയ്യാൻ പറയണം. വെറുതെ എന്നെ നാണം കെടുത്തരുത്. ശരി, വേറെ എന്തെങ്കിലും? വേറെ വൈകിട്ട് വരാൻ ലേറ്റ് ആവും. ഓക്കെ, ബൈ. ഇതിപ്പോ പുതിയ കാര്യമല്ലല്ലോ. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ആദി. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. എഴുന്നേക്കടാ, ഇന്ന് നിനക്ക് ഇന്റർവ്യൂ അല്ലേ? പക്ഷേ ഏട്ടത്തി, ആ ഇന്റർവ്യൂ ക്യാൻസൽ ആയി പോയി. ക്യാൻസൽ ആയെന്നോ? അപ്പൊ നിന്നെ എഴുന്നേപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലേ? ഐ എം സോറി. ഒരു കാര്യം ചെയ്യ്, നീ കിടന്നുറങ്ങിക്കോ. അതൊന്നും കുഴപ്പമില്ല ഏട്ടത്തി. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഫ്രഷ് ആവ്. ഞാൻ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. ശരി. എന്താ അത്? ആദി, എന്തു പറ്റി? അത് ബാത്റൂമിൽ വെച്ച് സ്ലിപ്പായെന്ന് വീണ. എങ്ങനെ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? സോറി സോറി സോറി. നല്ല വേദനയുണ്ടോ? കുറച്ച്.
അനിൽ പറഞ്ഞു. എനിക്കൊരു മാസത്തേക്ക് അർജന്റായിട്ട് ഹരിയാനയിലെ ഫാക്ടറി വരെ പോകേണ്ടി വരും. എന്തിന്? അവിടുത്തെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റില് ബോസിന് ഇവിടെ നിന്ന് പോകേണ്ടി വരും. ശരി, ഞാനൊന്ന് വെക്കട്ടെ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം. അല്ല പക്ഷേ, ഹലോ. ആഹാ, എന്നോടിപ്പോ സംസാരിക്കാൻ പോലും സമയമില്ല. ആർക്കാ സമയമില്ലാത്തത്? അത് വെറുതെ. നിനക്ക് എന്തെങ്കിലും വേണോ? ഇന്ന് ഏട്ടത്തിയെ കാണാൻ ഇന്നലത്തേനേക്കാളും ഭംഗി തോന്നുന്നുണ്ട്. അത് ശരി. അപ്പൊ എന്റെ സൗന്ദര്യം ഇളക്കാൻ വന്നതാണോ നീ? ആ, പിന്നല്ലാതെ. നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറ. ഇന്നിപ്പോ നമ്മള് മാത്രമേ ഉള്ളൂ. എന്തേ ചേട്ടൻ വരുന്നില്ലേ? ഇല്ലെന്ന്. ഓഫീസിലെന്തോ അർജന്റ് കാര്യത്തിന് ഹരിയാന വരെ പോയിക്കോ. 1 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ശരിക്കും? അപ്പോ നമ്മൾ ഒറ്റയ്ക്കാണോ? ആണല്ലോ. പക്ഷെ ഇപ്പൊ എന്റെ മോന് കുറച്ച് പണിയുണ്ട്. ചേട്ടന്റെ ബാഗൊക്കെ എടുത്ത് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. അതാദ്യം ചെയ്യ്. പോടാ. അവിടുത്തെ കൽപ്പന പോലെ റാണി. നിനക്കറിയോ ആദി, അനിൽ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അനിലിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു, എവരിതിങ് പോസിബിൾ. ബട്ട് അനിലിന് എപ്പോഴും ജോലിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ കരുതിയത് അറ്റ്ലീസ്റ്റ് ഈ മാരേജ് ആനിവേഴ്സറിയിലെങ്കിലും കുറച്ച് സമയം കിട്ടുമെന്ന്. ഹൗ സ്റ്റുപ്പിഡ്. ഇൻഫാക്ട് എനിക്ക് തോന്നിയിരുന്നു അനിൽ ചിലപ്പോൾ മറന്നു പോവുമെന്ന്. അതുകൊണ്ട് ഞാൻ നല്ലോണം അണിഞ്ഞൊരുങ്ങി ശരിക്കും പുതുപ്പെണ്ണിരിക്കുന്നത് പോലെ ഇരുന്ന്. എന്നിട്ടും അനിലിന് ഓർമ്മ വന്നില്ല. ഹി ഡിഡ്ന്റ് ബോതേർഡ്. ഈ ബന്ധത്തിന് ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. നിനക്ക് ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? ആ രക്ഷയുടെ പേര് ആദി എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് യെസ്. ശാലിനി, നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് ഇപ്പം നിൻ്റെതാ. നീ നൈറ്റി ഇട്ടിട്ടുണ്ടല്ലോ, നിനക്കെന്ത് ഭംഗിയുണ്ടെന്നറിയാവോ? ആണോ? നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആകാശത്തുനിന്നൊരു മാലാഖ ഇറങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു എന്ന്. പിന്നെ നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, ഈ ചിരിക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ലോകത്തോട് മൊത്തം ഫൈറ്റ് ചെയ്യും. ആണോ? പിന്നെ നിന്റെ കണ്ണ്, അതിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോകാൻ തോന്നുക. നിന്റെ കണ്ണുകളിൽ ഈ തിളക്കമില്ലേ, എന്താ പറയാ, ചന്ദ്രനും നക്ഷത്രവും എല്ലാം നിന്റെ കണ്ണിലുള്ളതുപോലെ തോന്നും. നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് വരെ ഒരാളും എന്നെ ഇത്രയും പുകഴ്ത്തിയിട്ടില്ല. ഇതൊന്നും ഒന്നുമല്ല, നിന്റെ ഈ നോട്ടം, നിന്റെ ഈ ചിരി, പിന്നെ നിന്റെ ഈ സ്റ്റൈലും, നിന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലിപ്പോൾ പതിഞ്ഞിരിക്കുക. ഇനി അതൊരിക്കലും മാറില്ല. ഇതാരാ ഇത്? അതെ, നിന്റെ ചേട്ടന്റെ വീഡിയോ കോളാ. വേഗം പുതപ്പ് വെച്ച് മൂടിക്കിടക്ക്. ഹായ് ശാലിനി, എന്തൊക്കെയുണ്ട്? ഇപ്പോഴെങ്കിലും ശാലിനി ഓർത്തല്ലോ. 10-20 ദിവസം കഴിഞ്ഞു. ഒരുപാട് ജോലി ഉണ്ടായിരുന്നേ. നീ വെറുതെ കംപ്ലൈന്റ് പറയാൻ തുടങ്ങല്ലേ. അല്ല, നീ എന്താ ഇപ്പൊ ഈ നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? അത് പിന്നെ വീട്ടിലിപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോ കൈ കിട്ടിയതങ്ങ് എടുത്തിട്ടു. ആ, കുഴപ്പമില്ല. ആദിയുടെ വിശേഷം എന്താ? ആദ്യം ഓക്കെയാ, എന്തോ ഇന്റർവ്യൂവിന് പോയേക്കോ. അത് ശരി. ശരി എന്നാ, നീ സേഫ് ആയിട്ടിരിക്കേ. ബൈ. ബൈ. അനിലേ, ഇതേ പോന്നു. ആഹാ, നീ ഇതോടെ പോയിരുന്നു? ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇതിപ്പോ ഭയങ്കര സർപ്രൈസ് ആയല്ലോ. ഇനി ഒരുപാട് സർപ്രൈസുകളുണ്ട്. നിന്റെ മുഖത്തെന്താ മൊത്തത്തിലൊരു വ്യത്യാസം? ഇല്ലല്ലോ. എന്തോ ഉണ്ട്. പറ. അനിലിന് തോന്നിയതായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? അത് അനിൽ, ഞാൻ പ്രഗ്നന്റാ. നീ പ്രഗ്നന്റ് ആണെന്നോ?
ഇതൊരു അടിപൊളി ന്യൂസ് ആണല്ലോ. ഹാപ്പി ന്യൂസ് അല്ലേ? നീ ഇത് താഴെ നിർത്ത്. സൂക്ഷിക്കനില്ലേ? ആ ശരി, ഇനി അങ്ങോട്ട് നമ്മൾ ശരിക്കും സൂക്ഷിക്കണ്ടേ? ഐ ആം സോ ഹാപ്പി. നമസ്കാരം ചേട്ടാ. ആ വാട ഇരിക്ക്. എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. പിന്നെ അതി എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു ചേട്ടാ. പിന്നെ ഇന്റർവ്യൂ ഒക്കെ എന്തായി? അത് നടന്നുകൊണ്ടിരിക്കുന്നു. 1-2 കിട്ടിയേക്കും. ആ, നല്ല കാര്യം. അതെ ശാലിനി, അവനോട് വിളമ്പി കൊടുക്ക. ആ കൊടുക്കാം. അല്ല വേണ്ട, നിക്ക് ഞാൻ ചേട്ടാ കൊടുക്കാം. ഞാൻ എടുത്തോളാം, ചേട്ടൻ ഇരിക്കും. എടാ മോനെ, ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടാൻ പോവാണ് കേട്ടോ. ശാലിനി പ്രഗ്നന്റാ. ഏട്ടത്തി പ്രഗ്നന്റ് ആണോ? അവൾ അമ്മയാവാൻ പോവാ. അപ്പൊ പിന്നെ മധുരം എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഏട്ടത്തിക്ക് ഞാൻ കൊടുക്കാം. ചേട്ടനും കൂടെ കൊടുക്ക്. എന്തു പറ്റി ചേട്ടാ? ശാലിനി പ്രഗ്നന്റ് ആവാൻ സാധ്യതയില്ല. എന്നുവെച്ചാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ശാലിനി, നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ 2 വർഷം ശ്രമിച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. അപ്പോ ആ സമയത്ത് ഞാനൊരു ടെസ്റ്റ് ചെയ്തിരുന്നു. എന്റെ സ്പേം കൗണ്ട് വളരെ കുറവായിരുന്നു. സോ നാച്ചുറലി ഒരു കൊച്ചുണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഇതെന്തൊക്കെയാ പറയുന്നേ? എന്റെ മേത്ത് അലിഗേഷൻസ് ഇടുകയാണോ? അലിഗേഷൻസ് ഇടുവൊന്നുമല്ല, പക്ഷേ എന്റെ സ്പേം കൗണ്ട് വെച്ച് എങ്ങനെ കൊച്ചുണ്ടാവാനാ? അതൊന്നും എനിക്കറിയില്ല അനിൽ. ഈ കുട്ടി അനിലിന്റെ ആണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ വിശ്വസിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു DNA ടെസ്റ്റ് ചെയ്യണം. ആ എങ്കിൽ ചെയ്യണം. എന്ത് ടെസ്റ്റ് വേണമെങ്കിലും നിങ്ങൾ ഇപ്പൊ ചെയ്യിച്ചോ. ശരി. എന്റെ ആക്ടിങ് എങ്ങനെയുണ്ടായിരുന്നോ? ഇതെന്താ ഇത്? നീ ആദ്യം എന്നോടല്ലേ പറയണ്ടേ? എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഇപ്പൊ എന്താ കുഴപ്പം? DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടേന്നേ. നിങ്ങളുടെ 2 പേരുടെയും DNA സെയിം ആയിരിക്കും. നിങ്ങൾ ബ്രദേഴ്സ് അല്ലേ? സെയിം ആവില്ല. അതെന്താ? ഞാൻ അനിലിന്റെ സ്വന്തം അനിയനല്ല. വാട്ട്? ഞങ്ങളുടെ DNA ടെസ്റ്റ് ഒരിക്കലും മാച്ച് ആവില്ല. അനിൽ, എനിക്ക് അനിലിനോടൊന്ന് സംസാരിക്കണം. ആ പറഞ്ഞു. നിങ്ങൾ എന്റെ ക്യാരക്ടറിനെ മോശമായി കാണിച്ചു അനിൽ. എനിക്കിന്നലെ രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനൊരു ഡിസിഷൻ എടുത്തു. ഈ കുഞ്ഞിനെ ഞാൻ അബോർട്ട് ചെയ്യാൻ പോവാ. ഇല്ല ശാലിനി, അതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇതെന്റെ കുഞ്ഞു തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒരു സ്പേം കൗണ്ട് മെച്ചപ്പെട്ട് കാണും. അത് ആൾക്കാർ പറയാറില്ലേ, ദൈവം തരുമ്പോ മനസ്സ് നിറച്ച് തരുമെന്ന്. ആ അച്ഛനോ? വാ അച്ഛ, വാ. നമസ്കാരം അച്ഛ. ആ നന്നായി വാ, വരട്ടെ, വാ. നന്നായി വരട്ടെ. വാ വന്നിരിക്കേ, ഇരിക്കേ. നമസ്കാരം അച്ഛാ. ആ നന്നായി വാ മോനെ, നന്നായി. എന്തു പറ്റി എല്ലാവരുടെ മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നു? ഇല്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല. അത് അച്ഛനടുത്ത് വിളിച്ചു നോക്കുന്ന എന്തിനാ? അന്യനൊന്നും അല്ലല്ലോ. അത് അച്ഛൻ മുത്തച്ഛനാവാൻ പോവാ. ശാലിനി പ്രഗ്നന്റാ, അമ്മയാവാൻ പോവാ. എന്ത്? ആ അതെ അച്ഛാ. ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? ഞാൻ വന്ന സമയം എന്തായാലും കൊള്ളാം. അത് പിന്നെ അച്ഛാ, ഞാനൊരു ലാബ് ടെസ്റ്റ് നടത്തിയിരുന്നു. അപ്പോ അതിലെന്റെ സ്പേം കൗണ്ട് കുറവായിരുന്നു. അപ്പൊ നാച്ചുറലി എനിക്ക് അച്ഛനാവാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാനൊരു DNA ടെസ്റ്റ് നടത്താന്ന് വെച്ചിരിക്കുകയായിരുന്നു. സത്യം എന്താണെന്നറിയാലോ, അതിന്റെ ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്താറായി കാണും. അതെ വന്നല്ലോ, 100 ആയുസാ. വാ കേറി വാ.
വാ വന്നിരിക്കേ. ചേട്ടാ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ശാലിനി ഇരിക്കേ, അവിടെ ഇരിക്കേ. ഇരിക്കിരിക്കേ, ഇരിക്കുന്നേ. അങ്ങോട്ട് ഇരിക്കേ. ഇരിക്കേ ശാലിനി, ഇരിക്കേ. ഇരിക്കേ. തന്റെ സാധനങ്ങളൊക്കെ എടുക്കടോ. അനിലെ നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ എന്താന്ന് വെച്ചാ പറ. എനിക്ക് ടെസ്റ്റ് ചെയ്യണ്ട, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ഈ കുട്ടി നിങ്ങളുടെ അല്ല അനിൽ. എന്നോട് ക്ഷമിക്കണം. പിന്നാരുടെ? ഈ കുട്ടി ആദിയുടെ. ബ്രോ, അപ്പൊ നിങ്ങൾ പൊക്കോ. ഇനി നിങ്ങളുടെ ആവശ്യമില്ല. താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്. എനിക്കൊരു പ്രോബ്ലവും ഇല്ല. ഞാനൊരു ടെസ്റ്റും ചെയ്തിട്ടില്ല. എന്റെ സ്പേം കൗണ്ടിന് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കള്ളത്തരം എനിക്ക് നേരത്തെ മനസ്സിലായതാ. പിന്നെ ഇപ്പോൾ വന്ന ആ ടെക്നീഷ്യൻ ഇല്ലേ, അയാൾ ടെക്നീഷ്യനൊന്നുമല്ല, എൻ്റെ ഓഫീസിലെ ഡ്രൈവറാണ്. നിന്നെ ഞാനന്ന് ഹരിയാനയിൽ നിന്ന് വിളിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നീ ഫോൺ കട്ട് ചെയ്യാൻ മറന്നുപോയി. ബൈ. നീ എന്തേ കാണിക്കുന്നേ? ഫോൺ വിളിക്കല്ലേ? എന്താ ഇങ്ങനെയൊക്കെ? കുറച്ചൊക്കെ ക്ഷമ കാണിക്ക്. ഞാൻ വീഡിയോ കോളിലായിരുന്നു ആദി. അന്നത്തെ നിങ്ങളുടെ പരിപാടികളൊക്കെ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റെക്കോർഡറൊക്കെ ഉണ്ടല്ലോ, ദേ നോക്ക്. അനിൽ എന്നോട്. നിന്റെ വാ കൊണ്ട് എന്റെ പേര് ഇനി ഉച്ചരിക്കരുത്. നിന്റെ പ്ലാൻ എന്തായിരുന്നു? ഇവന്റെ DNA മാച്ച് ആവും, എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കൊച്ചിനെ ഞാൻ വളർത്തണം, നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതായിരുന്നു എന്റെ പ്ലാൻ. ഇറങ്ങിറങ്ങ, വീട്ടിൽ നിന്ന് ഇറങ്ങ. ഇറങ്ങടി, വീട്ടിൽ നിന്ന് ഇറങ്ങ. ചേട്ടാ പോടാ, ഇറങ്ങടാ, വീട്ടിൽ നിന്ന് ഇറങ്ങടാ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ. നാറി, വേഗം ഇറങ്ങി പോടാ. അപ്പോ കേട്ടോ ചേട്ടാ ഇറങ്ങി പോടാ.